ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ജാനുവരി മാസം 1-ാം തീയതി. അന്ന് വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മൾ ന്യൂമറോളജി പ്രകാരം ധാരാളം പവർഫുൾ ആയിട്ടുള്ള ദിവസങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിൽ തന്നെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് 2026 ജാനുവരി മാസം 1-ാം തീയതി. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചിട്ട് ജാനുവരി എന്ന് പറയുന്നത് 1-ാമത്തെ മാസമാണ്. ഡേറ്റ് ഇവിടെ വന്നിരിക്കുന്നത് ജാനുവരി മാസം 1-ാം തീയതി. ഇനി 2026 2 + 0 + 2 + 6 2 + 0 2 2 2 4 6 4 10 1 + 0 1. അപ്പൊ എല്ലായിടത്തും 1 വന്നിരിക്കുന്നത്. 1 1 1. ഈ 1 + 1 + 1 കൂട്ടുമ്പോൾ കിട്ടുന്നത് 3 എന്ന സംഖ്യയാണ്. ന്യൂമറോളജി പ്രകാരം 3 എന്ന സംഖ്യ ഭാഗ്യസംഖ്യയാണ്. വ്യാഴഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ഈ സംഖ്യ 3 എന്ന സംഖ്യ പറയുന്നത്. 1 എന്ന സംഖ്യ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള നമ്പറാണ്. നല്ല ഒരു നേതൃത്വ പാടവം ഉള്ള ആളുകളുടെ നമ്പർ 1 എന്ന് പറയുന്നു. സൂര്യ ഭഗവാനുമായി ബന്ധപ്പെട്ട നമ്പർ 1 എന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ള ഒരു ഉത്സാഹം, ഒരു നേതൃപാടവം, വിജയിക്കുവാനുള്ള ഒരു ക്ഷമത, ഒരു അട്രാക്ഷൻ, ഇതൊക്കെയുള്ള ഒരു സംഖ്യയാണ് 1. സൂര്യ ഭഗവാനാണ് ഊർജദായകൻ. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റില്ല. അത് മനുഷ്യർക്കെന്നല്ല, സസ്യജാലങ്ങൾക്കും മൃഗങ്ങൾക്കും ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ സൂര്യന്റെ എനർജി ഇല്ലെങ്കിൽ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തന ക്ഷമതയ്ക്ക് ഏറ്റവും അത്യാവശ്യമാണ് സൂര്യഭഗവാന്റെ എനർജി. അപ്പൊ അങ്ങനെയുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ജാനുവരി മാസം 1-ാം തീയതി 2026. ഈ ദിവസം വ്യാഴഗ്രഹത്തിന്റെ അനുഗ്രഹം കൂടി ഉള്ളതുകൊണ്ട് വളരെയധികം സമ്പത്ത് ഉണ്ടാകുന്നതിനും ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ തന്നെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ പ്രയോജനകരമാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത്. 2025 നമുക്ക് ചിലപ്പോൾ ഗുണമുള്ള വർഷമായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ദോഷമുള്ള വർഷവുമായിരിക്കാം. എന്തു തന്നെയായാലും ഗുണമുള്ള വർഷമാണെങ്കിൽ 2025 നമുക്ക് നല്ല ഐശ്വര്യമുള്ള വർഷമാണെങ്കിൽ ആ ഐശ്വര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും, അതല്ല മോശപ്പെട്ട സമയമായിരുന്നു 2025 എങ്കിൽ 2026 ഐശ്വര്യപൂർണമാക്കുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് പരിശ്രമിക്കാം. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ എപ്പോഴാണോ ഈ വീഡിയോ കേൾക്കുന്നത് അന്ന് മുതൽ, ആ നിമിഷം മുതൽ അടുത്ത വർഷം എൻ്റെ വർഷമായിരിക്കുമെന്ന് ഉറപ്പിച്ച് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. നമുക്ക് തോന്നും നമ്മൾ വിജയിച്ചു കാണുന്നത് എല്ലാവർക്കും വലിയ സന്തോഷമാണെന്ന്. നമ്മളോട് അങ്ങനെയൊക്കെ വന്ന് പറയും, നീ നന്നായി കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം, നന്നായിരിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ നമ്മളോട് ചിരിച്ചുകൊണ്ട് പറയും എല്ലാവരും. പക്ഷേ ആരുടെയും മനസ്സിൽ അത്ര വലിയ ഒരു ആഗ്രഹമൊന്നും ഉണ്ടാവുകയില്ല. നമ്മൾ തോറ്റുപോകുന്നത് കാണാനാണ് ഉള്ളിന്റെ ഉള്ളിൽ അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മൾ എന്ത് വേണം? നമുക്ക് ജയിക്കണം എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. അതുകൂടാതെ മറ്റുള്ളവര് അവർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ തോറ്റുപോവുകയോ എന്തു വേണേ ചെയ്തോട്ടെ,
അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മുടെ ജീവിതഗതിക്ക് അവര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതായത് മറ്റുള്ള മനുഷ്യരുടെ ദോഷങ്ങളെ പറ്റി, അവരുടെ നാശത്തെ പറ്റി നമ്മൾ അമിതമായി ചിന്തിക്കുകയോ അത് ആഗ്രഹിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മിലേക്ക് നെഗറ്റീവായിട്ടുള്ള എനർജികൾ ഉണ്ടാകും. പരദൂഷണം പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് അകന്നു നിൽക്കുക. മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്ന ആ ശീലം നമ്മൾ ഒഴിവാക്കുക. നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളെ ബോധപൂർവം നമ്മൾ ഒഴിവാക്കുക. നമ്മുടെ ചിന്തകളിലും നമ്മുടെ പെരുമാറ്റങ്ങളിലും മറ്റുള്ള ആളുകളുടെ അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതറിയാനുള്ള നമ്മുടെ താല്പര്യം, ഇങ്ങനെയുള്ള ആ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും മാറ്റിയിട്ട് നമ്മുടെ കാര്യം മാത്രം ചിന്തിച്ച് മുമ്പോട്ട് പോവുക. കാരണം നല്ല അമ്പലപ്പുഴ പാൽപ്പായസമാണ്, വളരെ രുചികരമായ അമ്പലപ്പുഴ പാൽപ്പായസം. ഐശ്വര്യദായകമായ ശ്രേഷ്ഠമായ ആ പായസത്തിലേക്ക് ഒരു നുള്ള് വിഷം വീണാൽ ആ പായസം മുഴുവനും കേടാകും. ഒരു ഈച്ച അതിനകത്തേക്ക് ഒന്ന് വീണ് ആ ചൂട് പായസത്തിനകത്ത് കിടന്നൊന്ന് മരിച്ചു പോയി കഴിഞ്ഞാൽ, ഒരു വലിയ ഒരു പാത്രം നിറച്ച് പായസമുണ്ട്, ആ പായസം മുഴുവൻ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും? കളയും. അതുകൊണ്ട് നമ്മൾ എത്ര തന്നെ നാമം ജപിച്ചാലും എത്ര തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും ഒരു നിമിഷം, ആ നിമിഷത്തിലുള്ള നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ടോ ചില ചിന്തകൾ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അത്രയും കാലം ചെയ്തു കൂട്ടിയിരുന്ന ആ നന്മകളെല്ലാം അവസാനിക്കും. ബന്ധങ്ങളാണെങ്കിലും അങ്ങനെയാണ്. വളരെ കഷ്ടപ്പെട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ചില ബന്ധങ്ങൾ ഒരു നിമിഷത്തെ നമ്മൾ ഓർക്കാതെ പറഞ്ഞു പോകുന്ന ചില വാക്കുകൾ, ആ ഒരൊറ്റ വാക്കിൽ അത്രയും കാലം നമ്മൾ കൊണ്ടുവന്ന ആ ബന്ധം പോലും നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുക, 2026 നമ്മുടെ വർഷമാണ്. അനാവശ്യമായ വർത്തമാനങ്ങളോ അനാവശ്യമായ ചിന്തകളോ എനിക്ക് ഉണ്ടാവുകയില്ല. ഞാൻ എൻ്റെ വിജയത്തിന് വേണ്ടി ശ്രമിക്കും. അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടോ ആകില്ല. നേരായ മാർഗത്തിൽ എൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പരിശ്രമിക്കും, ഞാൻ അതിൽ വിജയിക്കും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ആദ്യമേ കൊണ്ടുവരണം. ഇനി ജാനുവരി മാസം 1-ാം തീയതി 2026 എന്ന വർഷത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആത്മവിശ്വാസം വളർത്തിയെടുക്കുക. നമ്മൾ അല്പം പരാജയപ്പെടുന്നു, നമ്മൾക്ക് അല്പം ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട്, ഞാൻ അല്പം വീക്കാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ കയറിയിരുന്ന് ഡാൻസ് കളിക്കുവാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ നേടിയെടുക്കേണ്ടത് ആത്മവിശ്വാസമാണ്. നമുക്ക് ഒരുപാട് പരാജയങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ പരാജയങ്ങളൊന്നും ഞാൻ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിലുള്ള ആ വ്യക്തിത്വത്തെ, എൻ്റെ ആത്മാവിനെ നശിപ്പിക്കുവാൻ ഒന്നിനും സാധിക്കുകയില്ല. ഞാൻ വിജയിച്ച് മുമ്പോട്ട് പോകും എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുക. 2026 ജാനുവരി മാസം 1-ാം തീയതി അന്ന് അർദ്ധരാത്രി, അതായത് നമ്മൾ 31-ാം തീയതി 12 മണി രാത്രി 12 മണി കഴിയുമ്പോൾ മുതൽ 1 മുതൽ 2026 ജാനുവരി മാസം 1-ാം തീയതിയാണ്. അങ്ങനെ വരുന്ന ആ രാത്രി 1:11 അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. ആ സമയത്ത് ആരും നമ്മളെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ഒരു മുറിയിൽ കയറിയിട്ട് അവിടെ മറ്റാരും ഉണ്ടാകരുത്. ആ മുറി അടയ്ക്കണം 1 മണിയാകുമ്പോൾ.
അടച്ചിട്ട് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്ത് വെക്കണം. ആരോടും നമ്മളെ ശല്യപ്പെടുത്താനായി വരരുത് എന്ന് നമ്മൾ നിർബന്ധമായും പറയണം. അതിനുശേഷം നമ്മുടെ കയ്യില് ഒരു പച്ച നിറത്തിലുള്ള ഒരു മെഴുകുതിരി ഉണ്ടായിരിക്കണം. അതുകൂടാതെ കുറച്ച് പച്ചരിയും. ഈ പച്ച നിറത്തിലുള്ള മെഴുകുതിരി നിങ്ങൾ ആദ്യം ഒരു സ്റ്റാൻഡില് കത്തിച്ചു വെക്കണം. കുറച്ച് പച്ചരി നമ്മുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കാൻ പാകത്തിനുള്ള അത്രയും പച്ചരി അത് നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ മുറുക്കി പിടിക്കണം. എന്നിട്ട് 1 മണിയാകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പച്ചരി കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിച്ചുകൊണ്ട് ആ ദീപ നാളത്തിലേക്ക് നോക്കിയിരിക്കണം. നോക്കിയിരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കണ്ണടച്ച് 1 നിമിഷം നമ്മൾ നോക്കിയിരുന്ന് ആ ദീപം നമ്മുടെ മനസ്സിലേക്ക്, ആ ദീപനാളം കണ്ണടച്ചാലും നമ്മുടെ മനസ്സിലേക്ക് വരണം. ആ രീതിയിൽ നമ്മൾ മനസ്സിനെ ക്രമീകരിക്കണം. അതായത് നമ്മൾ കണ്ണടച്ചാലും നമ്മുടെ മനസ്സിൽ ആ പച്ച മെഴുകുതിരി കത്തി നിൽക്കുന്ന ആ ദീപനാളം, ആ മെഴുകുതിരിയും ആ ദീപവും നമ്മുടെ മനസ്സിൽ കണ്ണടച്ചിരിക്കുമ്പോൾ വരണം. എന്നിട്ട് നമ്മൾ ഈ പച്ചരി മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം, 2026 നമുക്ക് നേടിയെടുക്കേണ്ടുന്ന ഏറ്റവും വലിയ ആഗ്രഹം, അത് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒരുപക്ഷെ നമുക്കൊരു വീട് വെക്കണം എന്നുള്ള ആഗ്രഹമായിരിക്കാം ഉള്ളത്. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. ഒരു ലോൺ കിട്ടാനുള്ള ഒരു സാധ്യത പോലും ഇല്ല. സിബിലൊക്കെ വളരെ മോശമാണ്. പക്ഷേ ഒരു വീട് വേണം, നമ്മുടെ ആഗ്രഹമാണ്. നമ്മള് കണ്ണടച്ചിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ആ സമയത്ത് എന്ത് വേണം? ആ മെഴുകുതിരി, അതിങ്ങനെ ആ മെഴുകുതിരി നാളം, ആ മെഴുകുതിരി ഇങ്ങനെ കടന്നു വരണം. ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുത്തിട്ട് 1 നിമിഷം നമ്മൾ അതിങ്ങനെ ആ ദീർഘശ്വാസം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ 1 നിമിഷം ഇങ്ങനെ വെച്ചതിന് ശേഷം വളരെ സാവകാശം ആ ശ്വാസം പുറത്തേക്ക് വിടണം. അങ്ങനെ 3 തവണ നിങ്ങൾ ദീർഘശ്വാസം അകത്തേക്ക് എടുക്കുകയും 1 നിമിഷം അത് നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം വളരെ സാവകാശം പുറത്തേക്ക് വിടുകയും ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ ആ ഒരു ശരീരവും മനസ്സും ഒക്കെ ഒന്ന് സ്വസ്ഥമാകും. അപ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ആ മെഴുകുതിരി നാളം ഇങ്ങനെ ഉണ്ടാകണം. മെഴുകുതിരി കത്തി നിൽക്കുന്ന ആ നാളവും. അതിനുശേഷം നമ്മൾ ഈ പച്ചരി ഇങ്ങനെ മുറുക്ക കയ്യിൽ പിടിച്ചിട്ടുണ്ടല്ലോ, അത് മുറുക്ക കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, ആഗ്രഹിക്കുന്ന ആ വീട്ടില് നിങ്ങൾ താമസിക്കുന്നതായി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ ചിന്തിക്കുമ്പം തന്നെ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാകും. നമ്മുടെ കയ്യിലുള്ള ആ പച്ചരി ആ സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒന്നുകൂടെ മുറുക്ക പിടിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനത് നേടിയെടുത്തു, ഞാൻ ആഗ്രഹിച്ച എൻ്റെ വീട്ടിൽ താമസിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അയച്ചു പിടിച്ചിരുന്ന ആ കൈപ്പിടി മുറുകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഹൃദയത്തില് ആ ദീപം ഇങ്ങനെ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്കിങ്ങനെ സങ്കല്പിക്കുവാൻ സാധിക്കും. ആ നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് എങ്ങനെ സാധിക്കും, ഇതെങ്ങനെ സാധിക്കും, എൻ്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലല്ലോ എന്ന ചിന്ത വരികയേ ചെയ്യരുത്. നമ്മുടെ കയ്യിൽ 1 രൂപ പോലും വേണ്ട. പക്ഷെ നമുക്ക് നാളെ എന്ത് ചെയ്യാം? ഒരു ലോട്ടറി അടിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കാം, ഒരു നല്ല ജോലി നമുക്ക് ലഭിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത്. അതുകൊണ്ട് ആ നല്ല കാര്യം അത് നമ്മൾ സാധിച്ചെടുത്തു, നമുക്കതിന് സാധിക്കാൻ പറ്റി, ഞാനത് നേടി എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ സമയത്ത് എങ്ങനെ എന്നൊരു ചിന്ത വരരുത്. അത് നേടിയെടുത്തു, എനിക്കതിന് സാധിച്ചു, എനിക്കതിന് പറ്റി, എന്നെ ഈ പ്രപഞ്ചം എന്നെ അതിന് സഹായിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കണം. ഞാൻ ആ വീട്ടിൽ
താമസിക്കുകയാണ്, ഞാൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു നമ്മൾ ഇരിക്കണം. 1 മണി മുതൽ 1:11 വരെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. 1:11 ഇനി അഥവാ അല്പം കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല. 1:11 ആകുമ്പോൾ ഒരു അലാറം വല്ലതും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചോളൂ. 1:12 ആകുമ്പോൾ അലാറം സെറ്റ് ചെയ്ത് വെച്ചോളൂ. അലാറം അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അതിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. 1:12 ആകുമ്പോഴേക്കും അലാറം വെച്ചാൽ മതി. കാരണം 1:11 വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ആഗ്രഹം സാധിച്ച ആ ഒരു സന്തോഷത്തിലാണ്, ആ ഒരു 11 മിനിറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യണം. ഈ പച്ച മെഴുകുതിരി നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. വലിയ മെഴുകുതിരി മേടിക്കുകയാണെങ്കിൽ കുറെ കാലം നമുക്ക് അത് തെളിയിക്കാനായിട്ട് പറ്റും. പച്ച നിറത്തിലുള്ള മെഴുകുതിരി. ഇനി പച്ച നിറത്തിലുള്ള മെഴുകുതിരി കിട്ടിയില്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള മെഴുകുതിരി ആയാലും മതി. ഇനി അതും കിട്ടിയില്ലെങ്കിൽ സാധാരണ മെഴുകുതിരി ആയാലും മതി. എങ്കിലും ഏറ്റവും നല്ലത് പച്ച നിറത്തിലുള്ള മെഴുകുതിരിയാണ്. ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നതിന് ശേഷം, ഞാൻ ഇതൊക്കെ വെറുതെ ചെയ്തു, ഇതൊന്നും ഒരിക്കലും നേടാൻ പോകുന്നില്ല. എങ്ങനെ നേടാനാണ്? ദൈവം ഇനി രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് ചിന്തിക്കരുത്. എനിക്കിതിന് സാധിക്കും, ഞാനിത് നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ 2026 എന്റെ വർഷമാണ് എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി വേണം രാവിലെ ഉണർന്ന് എഴുന്നേൽക്കാൻ. നിങ്ങളുടെ കർമ്മങ്ങൾ, നിങ്ങളുടെ പ്രവർത്തികൾ, നിങ്ങളുടെ ജോലികളെല്ലാം ചെയ്യുമ്പോഴും ഞാനിത് നേടിയെടുക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി, ഒരു ആത്മവിശ്വാസത്തോടു കൂടി തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യണം. ജോലി ചെയ്യാതെ വെറുതെ മേലോട്ട് നോക്കിയിരുന്ന് ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ ജോലികൾ നമ്മൾ ചെയ്യണം. പക്ഷെ ഒരു ആത്മവിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം, ഒരു ലക്ഷ്യബോധം നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകണം. ഇനി രാത്രി 1:11 ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക്, അതായത് ജാനുവരി 1-ാം തീയതി ഉച്ചയ്ക്കായാലും മതി. ഉച്ചയ്ക്ക് 1 മണി മുതൽ 1:11 വരെ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാം. അല്ല 11:11 വേണമെങ്കിലും പകല് 11:11 11 മണി മുതൽ 11 വരെയുള്ള സമയത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. അതല്ലെങ്കിൽ 1-ാം തീയതി രാത്രി 11 മണി മുതൽ 11 വരെയുള്ള ആ ഒരു സമയം, ആ സമയത്തും നമുക്കിത് ചെയ്യാം. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ശല്യങ്ങളും ഉണ്ടാകരുത്. അക്കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഒരു അലാറം മാത്രം സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കി ഉള്ള സൗണ്ടുകളെല്ലാം, അതായത് മെസ്സേജ് വരുന്ന സൗണ്ടുകൾ, കോള് വരുന്ന സൗണ്ടുകൾ, അങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഒരു ചെറിയ മെസ്സേജിന്റെ ഒരു സൗണ്ട് വന്നാൽ പോലും നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് തന്നെ മാറിപ്പോകും. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മൾ അതായി മാറും എന്ന് ഭാഗവതത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട്. നമ്മള് കല്ലായി ചിന്തിച്ചാൽ കല്ലായി മാറും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മനസ്സിന്റെ ആ ആഗ്രഹം അതത്ര ശക്തമാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. 1-ാം തീയതി നമ്മളിത് ചെയ്തു. 2-ാം തീയതി മുതൽ അതിരാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ, അല്ലെങ്കിൽ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3:30, അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയമാണ്. ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയവുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലാണ്. 3:30 മുതൽ 5:30 വരെയുള്ള സമയം, ആ സമയം വളരെ പവർഫുൾ ആയിട്ടുള്ള സമയമാണ്. അതിൽ തന്നെ 3:30 എന്ന് പറയുന്ന സമയം വളരെ വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്. നിങ്ങൾക്ക്
ഇഷ്ടമുള്ള ഒരു സമയം തിരഞ്ഞെടുക്കുക 2-ാം തീയതി മുതൽ. ആ സമയത്ത് എല്ലാ ദിവസവും കൃത്യം ഒരേ സമയത്ത് തന്നെ ഈ ഒരു കാര്യം ചെയ്യാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും 2026 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മേന്മയുള്ള വർഷമായിരിക്കും. 1-ാം തീയതി മാത്രം ഞാൻ പറഞ്ഞ ഈ സമയത്ത് ചെയ്യുക. 2-ാം തീയതി മുതൽ കൃത്യം നിങ്ങൾ അതിരാവിലെയുള്ള ഏതെങ്കിലും ഒരു സമയം, ആ സമയം നിങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ട് ആ സമയത്ത് തന്നെ ചെയ്യുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ദിവസമോ 2 ദിവസമോ നമ്മൾ വേറെ എവിടെങ്കിലും പോയി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാഹചര്യം വന്നു നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, നമുക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സമയം ഒരു ദിവസം കണക്കാക്കി, പക്ഷെ മറ്റൊരു ശല്യവും ഉണ്ടാകരുത്, ആ സമയത്ത് ചെയ്തതിനു ശേഷം വീണ്ടും നമ്മൾ കൃത്യമായി മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ആ പഴയ സമയത്തിലേക്ക് പോവുക. അതിരാവിലെ 3:30 എന്ന് പറയുന്ന സമയം വളരെ വളരെ ഉത്തമമായ സമയമാണ്. 3:30, 3:40 ഇതൊക്കെ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള സമയമാണ്. 3:30 മുതൽ 5:30 വരെയുള്ള സമയം, ആ സമയം ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചിരിക്കും. ഏറ്റവും ആദ്യമായി സാധിച്ചെടുക്കേണ്ടുന്ന ആഗ്രഹം ആദ്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ 11 ആഗ്രഹങ്ങൾ വരെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. നമ്മൾ തോറ്റുപോകുന്നു, നമുക്ക് അല്പം പോരായ്മകളുണ്ട് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവര് നമ്മുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. അതോടുകൂടി നമ്മളിലേക്ക് നെഗറ്റീവ് എനർജികൾ ധാരാളമായി കടന്നുകൂടുകയും നമുക്ക് ഒന്നിനും സാധിക്കുകയില്ല, നമുക്കൊരു കഴിവുമില്ല എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരികയും നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മളിലേക്ക് തന്നെ ചുരുങ്ങുകയും ചെയ്യും. അത് നമ്മുടെ പ്രവർത്തികളെ ബാധിക്കും. കൃത്യമായി നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. നമ്മൾ പരാജിതരാകുന്നത് കാണാനാണ് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്. അവരുടെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല, ഞാൻ വിജയിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. അങ്ങനെ ചിന്തിക്കണം, അങ്ങനെ പ്രവർത്തിക്കണം. സ്ഥിരമായി നാമം ജപിക്കുക, സ്ഥിരമായി സ്വപ്നം കാണുക, സ്ഥിരമായി നമ്മുടെ ജോലികൾ നമ്മൾ വിജയിക്കും എന്ന വിശ്വാസത്തോടുകൂടി ഉറപ്പോടുകൂടി ചെയ്യുക. തെറ്റായ വഴികളിലേക്ക് നമ്മളെ പറഞ്ഞ് നയിക്കുവാൻ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് എന്ന് തിരിച്ചറിയുക. ശരിയായ മേഖലകളിലേക്ക് നടക്കുവാൻ പഠിക്കുക. പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും അവയിൽ വിജയം കണ്ടെത്തുവാനും ശ്രമിക്കുക. 1-ാം തീയതി നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചിരുന്ന ആ പച്ചരി, അത് പിന്നീട് പ്രാവുകൾക്കോ മറ്റു പക്ഷികൾക്കോ നമുക്ക് കൊടുക്കാവുന്നതാണ്. എല്ലാ ദിവസവും പച്ചരി കയ്യിലെടുത്ത് വെച്ച് അങ്ങനെ ചെയ്യണം എന്നില്ല. 1-ാം തീയതി നിർബന്ധമായും അങ്ങനെ ചെയ്യണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ കണ്ണടച്ചിരുന്നു കൊണ്ട് വിഷ്വലൈസ് ചെയ്താലും മതി. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.